ഈ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരുള്ള പാണ്ഡവംപാറ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത്. ഇവിടെ ആണ് പുരാണത്തിലൊക്കെയുള്ള പാണ്ഡവന്മാർ, പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഒളിച്ചിരുന്ന സ്ഥലം എന്നൊക്കെയായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഭീമൻ്റെ കാൽപ്പാട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു IMG വ്ളോഗ്സ്. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് കയറി ചെല്ലുമ്പം കാണുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതുപോലെ കയറുമ്പോൾ ഈ സൈഡിൽ കുറേ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറാം. അപ്പോൾ അതേ ഈ ബാക്കിൽ കാണുന്നതാണ് പാണ്ഡവംപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുപോലെ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഒരു പ്രകൃതിയുടെ വിസ്മയം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് പാറക്കൂട്ടങ്ങൾ അവിടെ നിന്ന് കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് നല്ലൊരു വ്യൂ ഇവിടുന്ന് തന്നെ കിട്ടും. നമുക്ക് ടോപ്പിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ താമസിച്ച പാറ പാണ്ഡവംപാറ എന്നും, അതുപോലെ തന്നെ നൂറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗരവർ താമസിച്ച പാറ നൂറ്റവംപാറ എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇതാണ് പാണ്ഡവംപാറ. പാണ്ഡവരാണ് ഇവിടെ താമസിച്ചത്. നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ബാക്കിലെ ക്ഷേത്രം, ഇവിടെ ഒരു ആല് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പാറ എന്ന് പറയുന്നത് ഒറ്റ കല്ലിലാണ് കേട്ടോ നിൽക്കുന്നത്. അത് നമുക്ക് ആ ഒരു ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ പോലുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകേണ്ടത്. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നതാണ് മദ്ദളപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മദ്ദളപ്പാറ, ചെണ്ടപ്പാറ അങ്ങനെ കുറേ പാറകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കയ്യോ ഇട്ട് എന്തിട്ടടിച്ചാലും മദ്ദളം കൊട്ടുന്ന പോലുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാതെ കേട്ടോ. ഇതിട്ട് കൊട്ടിയാൽ മദ്ദളം കൊട്ടുന്ന പോലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാറയിൽ ചെന്നാലും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണിത്. ഇവിടെ ഓരോരുത്തർ പേരും കാര്യങ്ങളും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തെന്നിയടിച്ച് താഴെ വീഴും. ഈ ഒരു പോഷൻ വരെയൊക്കെ ആൾക്കാർ സ്ഥിരം വരുന്നതാണ്. ഇവിടെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് എല്ലാവരും തൊഴാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുപോലെ താഴെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ പാറയൊക്കെ ഇരിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് പേടി വരും. ഇതൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു പാറയിലൊക്കെയാണ് ഈ വലിയൊരു പാറയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നേ. ഈ ഒരു പോർഷനിൽ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്, എന്നാലും നമ്മൾ ജസ്റ്റ് ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. അധികം വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ ഇതുവഴി വരാം. എന്നെപ്പോലെ വണ്ണമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വരാം. ഇതിൻ്റെ അടിയിൽ പായലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ ഒരു വീടുണ്ട്. ഇവിടെ ഒരു ഉറവ പോലൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഒരു ഉറവയും കാര്യങ്ങളുണ്ട്. ഇതിനകത്തോട്ട് ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു കുഴി പോലെ.
അപ്പോൾ ഇതിനകത്ത് മഴ പെയ്ത് കിടക്കുന്ന വെള്ളമാണോ അതോ അല്ല കേട്ടോ, ഇത് മഴ പെയ്ത് കിടക്കുന്നതല്ല. ഇവിടെ ആ ഒരു പോർഷനകത്തുനിന്ന് ഉറവലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാടിടത്ത് കാണാൻ സാധിക്കും നമുക്കിവിടെയൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ എപ്പോഴും വറ്റത്തൊന്നുമില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വനവാസ കാലത്തൊക്കെ ചിലപ്പോൾ പാണ്ഡവരൊക്കെ ഈ ഒരു വെള്ളമായിരിക്കും കുടിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് താമരപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളൊരു താമര എടുത്ത് നോക്കി, അല്ലെങ്കിൽ താമരയുടെ ഒരു പടം വരച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെയല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് താമരപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്ന് ഈ ഒരു ഭാഗത്തൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു പാറയുടെ അടിയിലായിട്ട് നമ്മൾ ആ വന്ന വഴി കാണാൻ പറ്റും. ആ ഒരു പോർഷനിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി വേണേൽ നമുക്ക് ഇറങ്ങാം. തെന്നി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പിന്നെ ഇവിടെ കുറേ പേര് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ അതൊന്നും ഇവിടെ ഇടാതിരിക്കുക. ഇറങ്ങാനുള്ളൊരു ചെറിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗുഹയ്ക്കകത്തൂടെ പോകുന്ന ഒരു ചെറിയ ഫീൽ. ഇവിടാണ് ഭീമൻ കിടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. വിശ്രമിക്കാനായിട്ട് ഇവിടെ കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ താഴെ കുറേ കാൽപാദങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗവും കാര്യങ്ങളുമൊക്കെ ഭീമൻ്റെ കാൽപാദമാണെന്നാണ് കരുതപ്പെടുന്നത്. കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കാൽപാദമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ്, ഞാനിപ്പോൾ മേളിൽ നിന്ന് കാണിച്ച പോലെ ഈ ഒരു ഭാഗത്താണ് ഭീമൻ വിശ്രമിക്കാനായിട്ട് കിടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തലയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇവിടെ ആയിട്ട് തലയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ബാക്കി ഷോൾഡർ, കൈ, അങ്ങനെ ബാക്കിലോട്ട്. അപ്പോൾ ഇവിടെ ഒരു പാറയും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഒരുമാതിരി വെട്ടിവെച്ച ഒരു ഡിസൈന് വെട്ടിവെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കാലദൈർഘ്യം മൂലം ഇങ്ങനെ രൂപമാറ്റം സംഭവിച്ചതായിരിക്കാം. ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെ താഴോട്ട് ഒരു നല്ലൊരു സ്ലോപ്പ് പോലെ കേട്ടോ. ഇവിടെ കാണാൻ ജസ്റ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ, ആ ഒരു പോർഷനിലും കാണാൻ ജസ്റ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തെന്നി അടിച്ച് താഴെ വീഴും. ഇവിടെ ഒരു പാറയും കാര്യങ്ങളൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വീഴത്തൊന്നുമില്ല. അങ്ങ് ദൂരെ കുറേ മല പോലെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരുന്ന നല്ലൊരു പീസ് മൈൻഡാണ് കേട്ടോ. മഴയായപ്പോൾ ഇവിടെ കയറിയിരുന്നു. ഇതാണ് ഭീമൻ വിശ്രമിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ഒരാൾക്ക്, ഈ ഒരു പോർഷനിൽ ഒരാൾക്കും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. അങ്ങനെ അത്രയ്ക്ക് സ്ഥലമുണ്ട്. പുറത്ത് മഴ ചാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തോട്ടുള്ള അപ്പോൾ ഈ ഒരു കല്ലാണ് ഭീമൻ വിശ്രമിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഇതൊരു ഒറ്റ കല്ലിൻ്റെ പുറത്താട്ടോ ഈ ഒരു വലിയ കല്ല് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മഴ പെയ്തപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കയറിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേർക്കും സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അത്രയ്ക്ക് സ്ഥലമുണ്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. അപ്പോൾ നല്ലോണം മഴ പെയ്യുകയാണ്. ഇത് അങ്ങ് ദൂരെ കോട കയറിയ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. മലയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തായിട്ട് ഈ കാണുന്ന പാറ ഉണ്ടോ, ഇത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു ആന നിൽക്കുന്ന പോലെ, ആന ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും. ക്യാമറ കിട്ടത്തില്ല കേട്ടോ. ഈ തിളച്ച് കിടന്ന പാറയുടെ പുറത്തോട്ട് മഴവെള്ളം വീണ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ല ഇതായിട്ടില്ല കോടയൊക്കെ മാഞ്ഞു പോകുന്ന പോലെ പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇനി അടിപൊളി ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.